എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈംഗികതയിലെ സുഖം നിർണ്ണയിക്കുന്നത് ശരീരവടിവാണോ? മിഥ്യയും സത്യവും വിശദമായി മനസ്സിലാക്കാം. ലൈംഗികതയെക്കുറിച്ചും സ്ത്രീകളുടെ ശരീരഘടനയെക്കുറിച്ചും ഒട്ടനവധി മിഥ്യാധാരണകൾ സമൂഹത്തിലുണ്ട്. ഒരു പ്രത്യേക ശരീരപ്രകൃതിയുള്ള സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോഴാണ് പുരുഷന് കൂടുതൽ സുഖം ലഭിക്കുക എന്നത് പൂർണ്ണമായും തെറ്റായ ഒരു ധാരണയാണ്. ലൈംഗിക സുഖം എന്നത് ശരീരത്തിൻ്റെ അളവുകളിലോ ആകൃതിയിലോ അല്ല ഇരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് പരസ്പരമുള്ള താൽപ്പര്യവും പങ്കാളിത്തവും. മ്യൂച്വൽ കൺസെന്റ് ആൻഡ് കണക്ഷൻ. ലൈംഗികതയിൽ ഏറ്റവും പ്രധാനം ശരീരപ്രകൃതിയിലല്ല, മറിച്ച് പങ്കാളികൾ തമ്മിലുള്ള മാനസികമായ അടുപ്പവും പരസ്പരമുള്ള ആകർഷണവുമാണ്. രണ്ടുപേർക്കും ഒരുപോലെ താൽപ്പര്യവും പങ്കാളിത്തവും ഉള്ളപ്പോൾ മാത്രമാണ് ലൈംഗിക ബന്ധം ആസ്വാദ്യകരമാകുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് ഫോർപ്ലേയുടെ പ്രാധാന്യം. ശരീരത്തിൻ്റെ വലിപ്പത്തേക്കാൾ ലൈംഗിക സുഖം നിർണ്ണയിക്കുന്നത് ബന്ധപ്പെടുന്നതിന് മുൻപുള്ള കെട്ടിപ്പിടുത്തങ്ങൾ, ചുംബനങ്ങൾ, പരസ്പരമുള്ള സ്പർശനങ്ങൾ എന്നിവയാണ്. ഇത് പങ്കാളികളിൽ ഉത്തേജനവും ശരീരത്തിൽ ആവശ്യത്തിന് ലൂബ്രിക്കേഷനും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇതാണ് ബന്ധപ്പെടൽ സുഗമമാക്കുന്നത്. മൂന്നാമത്തെ പോയിന്റാണ് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. തനിക്ക് എന്താണ് ഇഷ്ടം, എപ്പോഴാണ് കൂടുതൽ സുഖം ലഭിക്കുന്നത് എന്ന് പങ്കാളികൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്നതിനാണ് ലൈംഗിക സംതൃപ്തി ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ശരീരഘടന വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. നാലാമത്തെ പോയിന്റാണ് പെൽവിക് ഫ്ലോർ പേശികളുടെ ആരോഗ്യം. ലൈംഗികമായി കൂടുതൽ സുഖം അനുഭവപ്പെടുന്നതിന് സ്ത്രീകളുടെ ശരീരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പെൽവിക് ഫ്ലോർ പേശികളുടെ ആരോഗ്യമാണ്. കെഗൽ വ്യായാമങ്ങൾ വഴി ഈ പേശികൾ ശക്തമായി സൂക്ഷിക്കുന്ന സ്ത്രീകളിൽ ലൈംഗിക സംതൃപ്തി കൂടുതലായിരിക്കുമെന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്നു. ഇത് ശരീരത്തിൻ്റെ ബാഹ്യരൂപവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ചുരുക്കത്തിൽ, ബാഹ്യമായ ശരീര സൗന്ദര്യമോ തടിയോ മെലിഞ്ഞ പ്രകൃതിയോ അല്ല ലൈംഗിക സുഖം നിശ്ചയിക്കുന്നത്, മറിച്ച് പരസ്പര സ്നേഹം, മാനസികമായ പൊരുത്തം, ആരോഗ്യകരമായ ലൈംഗിക ശീലങ്ങൾ എന്നിവയാണ് ഒരു നല്ല ലൈംഗികാനുഭവത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്ന് മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.